ഹലോ എവ്രി വൺ, സെൻട്രൽ ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന പുതിയൊരു എക്സാം നോട്ടിഫിക്കേഷനായിട്ട് തന്നെയാണ് BIS റിക്രൂട്ട്മെൻറ്റ്. കുറച്ച് നാളായി BIS റിക്രൂട്ട്മെൻറ്റ് വന്നിട്ട്, അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും BIS എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു സ്റ്റാൻഡർഡൈസേഷൻ തന്നെയാണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന BIS ഹോൾമാർക്ക് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ആദ്യം എന്താണെന്ന് അറിയണം. അപ്പോൾ അതിലേക്കുള്ള വാക്കൻസി ലിസ്റ്റിംഗ് ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഓൾ ഇന്ത്യ വാക്കൻസി തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞു തരേണ്ട ആവശ്യമുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ജോബ് നോട്ടിഫിക്കേഷനാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത നോട്ടിഫിക്കേഷനും എല്ലാം എന്താണ്, ഇത് നമുക്ക് തോന്നും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതായത് ഒരു പ്രൈവറ്റ് സെക്ടർ ബോഡിയായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. നമ്മൾ നോർമലി SSC RRB ഒക്കെ കേട്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെൻറ് കീഴിലല്ല എന്ന് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ശരിക്കും ഇതൊക്കെ എന്ത് തന്നെയാണ്, മിനിസ്ട്രി, നമ്മുടെ ഗവൺമെൻറ് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം സെൻട്രൽ ഗവൺമെൻറ് സെക്ടേഴ്സാണ്. അതിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വല്ലപ്പോഴും ഒരിക്കലാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ലായിരിക്കും. പക്ഷേ കൃത്യമായിട്ട് ഒരു നന്നായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. എന്തായാലും ഇപ്പോൾ നിങ്ങൾ കിട്ടും എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് രണ്ടാമത്തെ കാര്യമാണ്. ഫസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അഥവാ നിങ്ങൾക്ക് ആ ഒരു സംഭവം നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതിൻ്റെ ഒരു സ്ട്രക്ചറിങ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അണ്ടർ ദ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫെയർസിൻ്റെ കീഴിൽ വരുന്ന മിനിസ്ട്രിയാണ്. പിന്നെ ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷനൊക്കെ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, BIS സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. അത് പിന്നെ അതുപോലെ തന്നെ എന്തിനു വേണ്ടിയാണ്, ആക്ടിവിറ്റീസ് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ ആണ്. കൃത്യമായിട്ട് മൂല്യങ്ങൾ നിർണ്ണയിക്കാൻ വേണ്ടിയായിട്ടുള്ള സ്റ്റാൻഡർഡൈസേഷൻ സർട്ടിഫിക്കറ്റും മാർക്കിങ്ങും കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഈ ഒരു സർട്ടിഫിക്കേഷൻ ഓഫ് ഗുഡ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു എന്താണ് വിളിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് അവിടത്തേക്കുള്ള പോസ്റ്റിംഗ് ആണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം 9-ാം തീയതി വന്നതാണ് കേട്ടോ. സെപ്റ്റംബർ 9-ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാസം 30-ാം തീയതി വരെ നിങ്ങൾക്ക് ടൈമും ഉള്ളൂ. അപ്പോൾ ഈ ടൈം അടുക്കാറായി. അഥവാ നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ്ലി കണ്ട് മനസ്സിലാക്കിയിട്ട് പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ സാലറി പാക്കേജ് കൊണ്ടാണ് അത് അപ്ലൈ ചെയ്യണേ എന്ന് പറയുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർ വിചാരിക്കും ഇതെന്തിനാ ഇങ്ങനെ ഒട്ടും നമുക്ക് അറിയാത്ത ഒരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെ ഒന്നും കരുതണ്ട. ആദ്യമായിട്ട് ചെന്നൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാൻ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 30 സെപ്റ്റംബർ 2024 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡേറ്റ് ഉണ്ട്. 9 സെപ്റ്റംബറിന് തുടങ്ങി ലാസ്റ്റ് ഡേറ്റ് 30 സെപ്റ്റംബർ ആണ്. ഫീസിൻ്റെ പേയ്മെൻറ്റിൻ്റെ ഡേറ്റും 30 സെപ്റ്റംബർ ആണ്. എഡിറ്റിംഗ് ഓപ്ഷൻസ് വരുന്നതും 30 സെപ്റ്റംബറിലേക്കാണ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് പ്രിൻറ്റിംഗ് യുവർ ആപ്ലിക്കേഷൻ, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കയ്യിലെടുക്കാൻ പറ്റുന്നത് 15 ഒക്ടോബർ വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. പിന്നെ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇനിയിപ്പം അനൗൺസ് ചെയ്യുള്ളൂ കേട്ടോ. അഡ്മിറ്റ് കാർഡൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സാം ഇപ്പോൾ ടെൻറ്റേറ്റീവായിട്ട് പറഞ്ഞിരിക്കുന്നത് നവംബറിലാണ്. ഈ എക്സാം പറഞ്ഞിരിക്കുന്നത് നവംബർ എന്ന് പറഞ്ഞ ഒരു ടെൻറ്റേറ്റീവ് കലണ്ടർ അനുസരിച്ച് അവർ ആ ഒരു ടൈമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് 10 ദിവസം മുന്നേ എന്നാണോ വിളിക്കുന്നത് അതിന് 10 ദിവസം മുന്നേ ആയിരിക്കും ഇതിൻ്റെ എന്തെടുക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അത്രയും കാര്യം നിങ്ങളിപ്പോൾ മനസ്സിലാക്കിക്കോളുക. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന കാര്യം ഇപ്പോഴേ ശ്രദ്ധിച്ചോളുക. ടോട്ടൽ നമുക്കിപ്പോൾ ഓൾ ഇന്ത്യ വാക്കൻസി വിളിച്ചിരിക്കുന്നത് 345 വേക്കൻസി. അത്യാവശ്യം നല്ല വാക്കൻസീസ് തന്നെയാണ് അവർ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ വാക്കൻസീസ് എന്തിനൊക്കെ വേണ്ടിയാണ്, ABC പോസ്റ്റ് എന്ന് പറഞ്ഞ് തിരിച്ച് തന്നെയാണ് അവർ വിളിച്ചിരിക്കുന്നത്. ABC പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലബോറട്ടറി പോസ്റ്റ് ഉണ്ട്, ടെക്നിക്കൽ പോസ്റ്റുകളുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റുകളുണ്ട്, സ്റ്റെനോഗ്രാഫി പോസ്റ്റ് ഉണ്ട്. അങ്ങനെ പല രീതിക്ക് ആ പോസ്റ്റുകൾ അവർ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോസ്റ്റ് ഇതാണ് വിളിച്ചിരിക്കുന്നത്. ASO പോസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ് സ്റ്റെനോഗ്രാഫർ ഉണ്ട്, സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉണ്ട്, പേഴ്സണൽ അസിസ്റ്റന്റ് ഉണ്ട്, PA പോസ്റ്റുകളുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റ്. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് വാക്കൻസീസ് എടുത്ത് നോക്കുമ്പോൾ കുറച്ചായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് അത്യാവശ്യം ടെക്നിക്കൽ വാക്കൻസീസ് അത്യാവശ്യം വിളിച്ചിട്ടുണ്ട്. ലബോറട്ടറി ടെക്നിക്കൽ വാക്കൻസി, സീനിയർ ടെക്നീഷ്യൻ വാക്കൻസി ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വാക്കൻസി ലിസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ഏത് കാറ്റഗറി ബേസ് ആണെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇത്രയും പോസ്റ്റുകൾ വന്നിട്ടുണ്ട് ABC എന്ന്. അപ്പോൾ ABC എന്ന് പറയുമ്പോൾ സാലറി പാക്കേജിങ് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചിലതിന് സ്റ്റാർട്ടിങ് സാലറി 50,000 ആയിരിക്കും, ചിലതിന് 60,000 ആയിരിക്കും, 70,000. അപ്പോൾ അങ്ങ് ABC പോസ്റ്റുകൾ വെച്ചിട്ടാണ് അവരതങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും പോസ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് എനിക്ക് ഒന്ന് കംപ്ലീറ്റ്ലി ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. കാരണം നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടെ നോക്കേണ്ടതുണ്ട്. കാരണം ഇതിന് ഒരുപാട് ക്രൈറ്റീരിയ പറയുന്നുണ്ട്, ഇന്നേക്ക് ക്വാളിഫിക്കേഷൻ വേണം എന്നുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി അത്രയും യോഗ്യതയുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2-3 പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നോ
എന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യുക കേട്ടോ. ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. അസിസ്റ്റൻറ്റ് ഡയറക്ടർ പോസ്റ്റിന് 3 വാക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഓരോ പോസ്റ്റിനെടുത്ത് നോക്കുമ്പോൾ കുറച്ച് വാക്കൻസി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ നമുക്ക് അത്യാവശ്യം വന്നിരിക്കുന്ന വാക്കൻസീസ് സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് 128 വാക്കൻസി വിളിച്ചിട്ടുണ്ട്. അതുപോലെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് 78 വാക്കൻസി വിളിച്ചിട്ടുണ്ട്. അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ലബോറട്ടറിയിലുള്ള അതിനുവേണ്ടി 27 വാക്കൻസി വിളിച്ചിട്ടുണ്ട്. അപ്പം അതിനാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യം വാക്കൻസി നിൽക്കുന്നത്. പിന്നെ അസിസ്റ്റൻറ്റ് സെക്ഷൻ ASO പോസ്റ്റ്, നല്ല സാലറി ഉള്ള ഒരു പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ. 43 വാക്കൻസി അതിന് വിളിച്ചിട്ടുണ്ട്. അപ്പം ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ടെക്നീഷ്യൻ വേക്കൻസിയൊക്കെ ഒന്നൊക്കെ വിളിച്ചിട്ടുള്ളൂ. അതൊക്കെ ശരി തന്നെയാണ്. അല്ലാണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാക്കൻസി ലിസ്റ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിഫർ ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ വാക്കൻസി അനുസരിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത് ഏജ് ലിമിറ്റ് നോക്കണം. അടുത്തിന് നമുക്ക് നോക്കാൻ പറ്റുന്ന മെയിൻ കാര്യം എന്താണ്, ഏജ് ലിമിറ്റ് ആണ്. 30/9/2024. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് വെച്ചിട്ടാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് പറയുന്നത് കേട്ടോ. ഏജ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. അതായത് MBA ഉള്ള പ്രോസസ്സിംഗ് ആണ് പറയുന്നത്. ഇതൊക്കെ എല്ലാം പോസ്റ്റ് ഗ്രാജുവേഷൻ പോസ്റ്റുകളായിട്ടായിരിക്കും മാക്സിമം വരുന്നത്. പിന്നെ ബാച്ചിലേഴ്സ് ഉള്ളവരുണ്ട്. അപ്പോൾ ഒരു 21 ആയിരിക്കും എന്ത് വരുന്നത്, ലോവർ ലിമിറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപ്പർ ലിമിറ്റ് മാത്രം നോക്കിയാൽ മതി. 21 വയസ്സിന് ശേഷമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാമായിരിക്കും. അപ്പോൾ അപ്പർ ഏജ് ലിമിറ്റ് മാത്രമേ അവരും സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് പറയുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ ഏജ് ലിമിറ്റിനകത്ത് നിൽക്കണമല്ലോ. അതുകൊണ്ടാണ് അവർ ഒരു ലോവർ ഏജ് ലിമിറ്റ് പറയാത്തത് കേട്ടോ. അപ്പോൾ അപ്പർ ഏജ് ലിമിറ്റ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. എന്തായാലും അപ്പർ ഏജ് ലിമിറ്റ് എത്രയാണ്, അസിസ്റ്റൻറ്റ് ഡയറക്ടറിന് 35 ഇയേഴ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ബാക്കി പോസ്റ്റിനൊക്കെ എങ്ങനെയാണ്, പേഴ്സണൽ അസിസ്റ്റൻറ്റ്, ASO പോസ്റ്റ്, അസിസ്റ്റൻറ്റ്, CAD പഠിക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്ന് പറയുന്നത് CAD പഠിച്ചിട്ടുള്ളവർക്കും എന്താണ് അസിസ്റ്റൻറ്റിന് ഒരു വാക്കൻസീസ് ഉണ്ട്. അത് 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ 30 ഒരു ശരിക്കും പറഞ്ഞാൽ 35, 30, 27 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഈ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റും സീനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റിനുമാണ് അത്യാവശ്യം വാക്കൻസി ഉള്ളത്. അത് 27 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൽ എന്തുണ്ട്, SC ST കാറ്റഗറിക്ക് 5 വർഷത്തിൻ്റെ ഇളവുണ്ട്. OBC കാറ്റഗറിക്ക് 3 വർഷം. അതായത് ഇപ്പോൾ 35 വയസ്സിൽ ഇപ്പോൾ അസിസ്റ്റൻറ്റ് OBC ആണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് എന്തുണ്ട്, ഒരു 3 ഇയേഴ്സിൻ്റെയും കൂടെ റിലാക്സേഷൻ വരും. 38 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അത് PWD നമ്മുടെ ഡിസബിലിറ്റി കാറ്റഗറി ആണെങ്കിൽ UR EWSനാണെങ്കിൽ 10 വർഷത്തിൻ്റെ ഇതുണ്ട്. ഡിസബിലിറ്റി കാറ്റഗറി ആണെങ്കിലും അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ PWDക്ക് 10 വർഷത്തിൻ്റെ ഇതുണ്ട്. പിന്നെ എന്താണ്, ഗ്രൂപ്പ് C പോസ്റ്റുകളുണ്ട്. ഈ ടെക്നീഷ്യൻ പോസ്റ്റുകളൊക്കെ ഗ്രൂപ്പ് C പോസ്റ്റിലാണ് വരുന്നത്. അതിനെന്തുണ്ട്, വിഡോസും ഡൈവോഴ്സ്ഡ് വിമണിനും പ്രത്യേകം എന്ത് കൊടുത്തിട്ടുണ്ട്, ഏജ് കാറ്റഗറൈസേഷൻ കൊടുത്തിട്ടുണ്ട്. URനും EWSനും 35 വയസ്സ് വരെയും SC STക്കാർക്ക് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. വിഡോസും ഡൈവോഴ്സ്ഡ് വിമണും ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ BISൻ്റെ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തവരാണെങ്കിൽ, ഇപ്പം BIS സ്റ്റാൻഡേർഡിൽ തന്നെ എന്തെങ്കിലും അല്ലറ ചില്ലറ വർക്കുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, എപ്പോഴെങ്കിലും നിങ്ങൾ ഇൻറ്റേൺഷിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു എംപ്ലോയി ആയിരുന്നെങ്കിൽ 50 വയസ്സ് വരെയുള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഏജ് ലിമിറ്റേഷനാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പം അത്രയും കാര്യം ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക. അപ്പം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക. ഓക്കെ, എക്സാം പാറ്റേൺ വരുന്നത് നമുക്ക് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ആ സ്റ്റേജസ് എന്തൊക്കെയാണെന്നാണ് 4 സ്റ്റേജസ് ആയിട്ടാണ് പറയുന്നത് അവർ. പക്ഷെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് റിട്ടൺ എക്സാമും സ്കിൽ ടെസ്റ്റും ആണ് കേട്ടോ. റിട്ടൺ എക്സാമിനേഷൻ അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. നമ്മൾ പഠിക്കുന്ന SSCക്കൊക്കെ പഠിക്കുന്ന റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ് ആ ഒരു ടൈപ്പ് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ റിട്ടൺ എക്സാമിനേഷൻ്റെ അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് പറയാം. അപ്പോൾ റിട്ടൺ എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് റിട്ടൺ എക്സാമിനേഷൻ ക്വാളിഫൈ ആയ ഉടനെ സ്കിൽ ടെസ്റ്റ് ഉണ്ട്. അവിടെയാണ് നമുക്ക് കുറച്ചൊന്ന് ടാസ്ക് ആയിട്ട് വരുന്നത്. റിട്ടൺ എക്സാമിനേഷനും ടഫ് തന്നെയാണ്. കാരണം ഇത്രയും സാലറി പാക്കേജ് തരുന്നതാണ്. അത് അത്രയും നിസ്സാരമാക്കി അവർ ഒരിക്കലും തരില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളുക. സാലറി കൂടുന്തോറും നമ്മുടെ എക്സാമിനേഷൻ്റെ കട്ടിയും അതിനനുസരിച്ച് കൂടുക തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം 120-നൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇതിന് വരുന്നത് 150 മാർക്കിനാണെങ്കിൽ അത്യാവശ്യം 100-ന് മേളിൽ 130-നൊക്കെ മേളിൽ തന്നെയാണ് കട്ട് ഓഫുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സീരിയസ്നെസ് നിങ്ങളിതിൽ കാണിക്കണം. കാരണം നല്ല അത്യാവശ്യം നല്ല റേഞ്ച് ഓഫ് കട്ട് ഓഫ് തന്നെയാണ് ഇതിന് വരുന്നത് കേട്ടോ. കാരണം അത്ര നല്ല പോസ്റ്റുകളാണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ട്. സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സ്കില്ലുണ്ട്. ഇപ്പോൾ ടെക്നീഷ്യൻ ആണെങ്കിൽ ടെക്നീഷ്യൻ്റെ സ്കില്ലുണ്ട്, ITI പഠിച്ചതിൻ്റെ സ്കില്ലുകളുണ്ട്. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അത് നമുക്ക് വരുന്ന സ്ലൈഡ്സിൽ നോക്കാം. എന്തായാലും സ്കിൽ ടെസ്റ്റ് നന്നായിട്ട് പാസ്സായാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. പിന്നെ വരുന്നത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും. അത് വലിയ അത്ര ഭയങ്കര എന്താണ് ചാലഞ്ചിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. അത് അത്ര ഈസി ആയിട്ട് തന്നെ പോകും. ഡോക്യുമെൻറ്റ്സ് എല്ലാം കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യണം. കാരണം അതിന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 2-3 കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്താലേ നിങ്ങൾ അതിലേക്ക് യോഗ്യരാകുള്ളൂ. അതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയും കാര്യം അവിടെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക.
അപ്പോൾ ഇത്രയും 4 സ്റ്റെപ്സ് ആണ് അതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടറിൻ്റെ ഒരു വേക്കൻസി വിളിച്ചിട്ടുള്ളൂ. എന്താണ് ഓൺലൈൻ എക്സാമിനും ഇൻ്റർവ്യൂവിനും മാത്രമാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓൺലൈൻ എക്സാമും ഇൻ്റർവ്യൂ ആണ് അവിടെ വരുന്നത്. സ്കില്ലായിട്ട് അവിടെ കൂടുന്നത് ഇൻ്റർവ്യൂവിനെയാണ് കേട്ടോ. ഇനി അടുത്ത പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ എന്ത് വേണം? കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റ് വേണം. അതായത് കമ്പ്യൂട്ടറിൻ്റെ ലെവൽസ് ഉണ്ടല്ലോ, ലെവൽ 6, ലെവൽ 5, നല്ല കമ്പ്യൂട്ടർ സ്കിൽസ് ഉള്ളവർക്ക് മാത്രമേ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ട് മാറാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഷോർട്ട് ഹാൻഡ് ടെസ്റ്റും ഉണ്ട്. ഷോർട്ട് ഹാൻഡ് ടെസ്റ്റ് നടത്തും. അതും പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ആണ്. ഇതെല്ലാം എന്താണ്? സ്കിൽ പ്രോസസ്സിംഗ് ആണ്. ഇനി അടുത്ത അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആണെങ്കിൽ കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റും ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റും അവിടെ വരെയാണ്. നമ്മുടെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറും സ്റ്റെനോഗ്രാഫർ പോസ്റ്റൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനാണെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ്. അത് നമ്മളിപ്പോൾ സ്റ്റെനോഗ്രാഫി പഠിക്കണമെന്നൊന്നും നിർബന്ധമല്ല, പക്ഷേ നമുക്ക് അവിടുത്തെ ടൈപ്പിംഗ് സ്പീഡ് കൃത്യമായിരിക്കണം. അവർ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, അത്രയും മിനിറ്റ്സിനുള്ളിൽ നമ്മൾ അത്രയും വേർഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഷോർട്ട് ഹാൻഡ് ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം, അത് മസ്റ്റായിട്ട് അറിയേണ്ട കാര്യമാണ്. കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റും ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റും ഒക്കെ പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അത് നമുക്ക് എത്രയായാലും ക്വാളിഫൈ ആവാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതായത് കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി, കമ്പ്യൂട്ടറിൻ്റെ സകലമാന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി അടുത്ത സീനിയർ സെക്രട്ടറി അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഓൺലൈൻ എക്സാമും ഒരു ക്വാളിഫയിങ് സ്കിൽ ടെസ്റ്റും ഉണ്ട്. അത് കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി പോലത്തെ കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി ലബോറട്ടറി ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ സ്കിൽ ടെസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ ലാബ് പഠിച്ചവർക്കൊക്കെ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. മൈക്രോബയോളജി, മെക്കാനിക്കൽ, അങ്ങനത്തെയൊക്കെ കുറച്ച് സംഭവമാണ് അവിടെ വരുന്നത്. ടെക്നീഷ്യൻ ഒന്നും വലിയ നമുക്ക് ഈ സ്കിൽ ടെസ്റ്റ് പ്രൂവ് ചെയ്യുന്ന കാര്യമുള്ളൂ. CAD ആണെങ്കിൽ CAD പ്രൂവ് ചെയ്യണം. ടെക്നീഷ്യൻസിനാണെങ്കിൽ അതിൻ്റെ കുറച്ച് സ്കില്ലുകൾ പ്രൂവ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ടെസ്റ്റിംഗ് വരുന്നത് കേട്ടോ. എന്തായാലും കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ഒരു മസ്റ്റായിട്ടുള്ള ഒരു കാര്യം. ഷോർട്ട് ഹാൻഡും ടൈപ്പിങ്ങും പേഴ്സണൽ അസിസ്റ്റൻറ്റും അതിനും മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഇനി കണ്ടോ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് ഇതിലിപ്പം ഒരുപാട് പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാത്തിനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ക്വാളിഫിക്കേഷനും അതിനനുസരിച്ച് തുല്യമായാൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അസിസ്റ്റന്റ് ഡയറക്ടർ ആ ഒരു പോസ്റ്റിലേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾ ഒന്നീ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, CA പഠിച്ചവരായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എന്തെങ്കിലും അക്കൗണ്ടൻസി സ്കിൽസ് ഉള്ളവരായിരിക്കണം. സബോർഡിനേറ്റ് അക്കൗണ്ട്, സർവീസ് അക്കൗണ്ടന്റ് അങ്ങനെ പറഞ്ഞിട്ടുള്ള. കാരണം അസിസ്റ്റന്റ് ഡയറക്ടർ 3 വാക്കൻസീസാണ് വിളിച്ചിട്ടുള്ളത്. അത് ഒന്നെന്ന് പറയുന്നത് ഫിനാൻസിലും, ഒന്നെന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സിലും, ഒന്ന് ഹിന്ദി എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജിലുമാണ് അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റ് വിളിച്ചിട്ടുള്ളത്. ഈ ഇത്രയും 3 പോസ്റ്റുകളാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നാണെങ്കിൽ ഫിനാൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നി എന്ത് വേണം? MBA ഉണ്ടായിരിക്കണം. MBA ഇൻ ഫിനാൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ CA പോലെയുള്ള സംഭവങ്ങൾ പാസ്സായിരിക്കണം. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. AICTE എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, 8 എന്ന് പറയുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഓൾ ഇന്ത്യ കൗൺസിൽ ആ ഒരു സംഭവമാണ്. ടെക്നിക്കലിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ അതിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ BA അല്ല, ശരിക്കും പറഞ്ഞാൽ നമുക്ക് MBA തന്നെ വേണം. മാസ്റ്റേഴ്സ് പഠിച്ചവർക്കാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കാണ് അതിനുള്ള ചാൻസ് ഉള്ളത്. ഇവിടെ ആയാലും അസിസ്റ്റന്റ് ഡയറക്ടർ മാർക്കറ്റിങ്ങിൻ്റെ കാര്യം പറയണമെങ്കിലും MBA എന്തായിരിക്കണം? മാർക്കറ്റിങ്ങിൽ ചെയ്തവരായിരിക്കണം, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ എന്തിനും ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ മാസ് കമ്മ്യൂണിക്കേഷനിലുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്കിലുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് മാർക്കറ്റിങ്ങിന് അല്ലെങ്കിൽ കൺസ്യൂമർ അഫയേഴ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് MBA ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് PG ഇൻ സോഷ്യൽ വർക്കിലുണ്ടായിരിക്കണം. ഇനി അടുത്ത അസിസ്റ്റന്റ് ഡയറക്ടർ ഹിന്ദി പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ഒന്നി നിങ്ങൾ എന്ത് ചെയ്യുക? മാസ്റ്റേഴ്സ്, ഇതെല്ലാം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഫീൽഡാണ് കേട്ടോ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒന്നി നിങ്ങൾ ഹിന്ദി ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം, ഇംഗ്ലീഷിൻ്റെ കൂടെ ഹിന്ദി പഠിച്ചിരിക്കുന്നതാണ്. ഡിഗ്രി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസ് എ സബ്ജക്റ്റ്. ഹിന്ദി പഠിച്ചവരാണെങ്കിൽ ഇംഗ്ലീഷ് ആസ് എ സബ്ജക്റ്റ് വേണം. ഇംഗ്ലീഷ് പഠിച്ചവരാണെങ്കിൽ ഹിന്ദി ഒരു സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് പഠിച്ചവർക്ക് ഹിന്ദി ഇംഗ്ലീഷും ഉണ്ടായിരിക്കണം. അതായത് ആ ഒരു ഹിന്ദി ബേസിലുള്ള ഒരു സംഭവമാണ് അവിടെ ചോദിക്കുന്നത് കേട്ടോ. ഹിന്ദി ലാംഗ്വേജിൻ്റെ ഒരു ഉപയോഗത്തിന് വേണ്ടിയാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്നവർക്ക് മാത്രമേ അതെന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഹിന്ദി നമ്മൾ മാസ്റ്റേഴ്സ് ഒക്കെ എടുത്തവരാണെങ്കിൽ ഒന്ന് നോക്കുക. ഇനി അടുത്ത് പേഴ്സണൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണെങ്കിൽ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. നമുക്ക് ഡിഗ്രി മതി. ഇത് ഇത്രയും മാസ്റ്റേഴ്സിൻ്റെ പോസ്റ്റാണ്, ഇത് ബാച്ചിലേഴ്സിൻ്റെ പോസ്റ്റാണ്. ഡിഗ്രി മതി നമുക്ക്, ഡിഗ്രിയും. പിന്നെ എന്താണ്? കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ, PAക്കൊക്കെ നല്ല കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റ് വേണം. ലെവൽ 6 അത്രയും കമ്പ്യൂട്ടർ ഡെപ്ത് നോളജ് നമുക്ക് എന്ത് ചെയ്യണം? അതിലുണ്ടായിരിക്കണം. പിന്നെ എന്താണ്? ഷോർട്ട് ഹാൻഡ് ടെസ്റ്റ് എന്തിലൊക്കെയാണ്? ഇംഗ്ലീഷിലും അല്ലെങ്കിൽ ഹിന്ദിയിൽ എത്രയാണ്? 100 വേർഡ്സ് പെർ മിനിറ്റ് ഫോർ 7 മിനിറ്റ്സ്. അതാണ് അവരുടെ കണ്ടീഷൻ. നമ്മൾ പറഞ്ഞല്ലോ, ഒന്ന് കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി
പ്രൊഫഷൻസി ടെസ്റ്റ് വേണം. രണ്ടാമത്തത് സ്കിൽ ടെസ്റ്റ് ആണ്, നമ്മൾ എങ്ങനെ ടൈപ്പ് ചെയ്യുന്ന ടെസ്റ്റാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ അതിലെന്താണ്, നിങ്ങൾ 100 വേർഡ്സ് പെർ മിനിറ്റ് ഫോർ 7 മിനിറ്റ്, 7 മിനിറ്റിൽ 7 മിനിറ്റ് 100 വേർഡ്സ് പെർ മിനിറ്റ് വീതം അടിക്കണമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പിന്നെ എന്താണ്, ട്രാൻസ്ക്രിപ്ഷൻ ആണ്. 45 മിനിറ്റ് ഫോർ ഇംഗ്ലീഷ് ആൻഡ് 60 മിനിറ്റ് ഫോർ ഹിന്ദി. 45 മിനിറ്റ് ഇംഗ്ലീഷിനും 60 മിനിറ്റ് ഹിന്ദിക്കുമാണ് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ പറയണം. പിന്നെ വിഷ്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് കുറച്ചും കൂടെ എക്സ്റ്റെൻഡഡ് ടൈം കിട്ടും. കാരണം PWD കാറ്റഗറി ഉണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടെ ടൈം ഈ ഒരു സംഭവത്തിന് വേണ്ടിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത്ര ആ ഒരു കാര്യം നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ പേഴ്സണൽ അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കണം, ടൈപ്പിംഗ് സ്പീഡ് ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി അടുത്ത് ASO പോസ്റ്റാണ്, അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മതി, ബാച്ചിലേഴ്സ് ഡിഗ്രി മതി കേട്ടോ, ഡിഗ്രി മതി. ഡിഗ്രിയും പിന്നെ എന്തും വേണം, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് അത് മസ്റ്റാണ്, ലെവൽ 6 തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, ക്വാളിഫയിങ് സ്കിൽ ടെസ്റ്റ് ഇൻ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി, അത് തന്നെയാണ്. നമ്മൾ കമ്പ്യൂട്ടറിൽ നല്ല നോളജ് ഉള്ളവർക്ക് മാത്രമേ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, പേഴ്സണൽ അസിസ്റ്റൻറ്റ് പോലുള്ള പോസ്റ്റിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇനി അടുത്ത അസിസ്റ്റൻറ്റ് വേറെ എന്താണ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, CAD പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് വിത്ത് 5 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഓട്ടോകാഡിലേക്ക് നിങ്ങൾക്ക് 5 വർഷത്തിൻ്റെ മിനിമം എക്സ്പീരിയൻസ്, അതായത് കേഡ് പഠിച്ചവർക്കാണ്, അതായത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ പഠിച്ചവർക്കാണ് എന്തുള്ളത്, അതിന് വേണ്ടിയുള്ള എന്തുള്ളത് ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പഠിക്കണം, ഇപ്പോൾ അത് കണ്ടോ, ഓട്ടോകാഡ് പഠിക്കണം, അല്ലെങ്കിൽ എന്താണ് ഡിപ്ലോമ ഇൻ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കലിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. വിത്ത് എന്താണ്, ഒരു എഞ്ചിനീയറിംഗ് വിത്ത് 5 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഓട്ടോകാഡിൽ നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. ഇനി അടുത്ത് സ്റ്റെനോഗ്രാഫി ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അത് വേണം. പിന്നെ എന്ത് വേണം, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് ലെവൽ 5 ആണ്. നേരത്തെ ഉള്ളിടത്ത് ലെവൽ 6 ആയിരുന്നു, ഇവിടെ ലെവൽ 5 അത്യാവശ്യം കുറവാണ്. അത് കഴിഞ്ഞ് എന്താണ്, ഷോർട്ട് ഹാൻഡ് ടെസ്റ്റ് നിങ്ങൾ പാസ്സാവണം, ഇംഗ്ലീഷും ഹിന്ദിയും. 80 വേർഡ്സ് പെർ മിനിറ്റ് ആണ്. 80 വേർഡ്സ് പെർ മിനിറ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കാണിക്കണം, ഷോർട്ട് ഹാൻഡിൽ നിങ്ങൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് കാണിക്കണം. ഇനി അടുത്ത് എന്താണ്, ട്രാൻസ്ക്രിപ്ഷൻ ഇൻ 50 മിനിറ്റ് ഫോർ ഇംഗ്ലീഷ്, 65 മിനിറ്റ് ഫോർ ഹിന്ദി. അപ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയും മെയിൻ ആണെന്ന് മനസ്സിലാക്കുക. അതിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, ടൈപ്പിംഗ് സ്പീഡും അതുപോലെ ട്രാൻസ്ക്രിപ്ഷനും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് കണക്കാക്കേണ്ടത്. ഇതെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് ജോലി ആയതുകൊണ്ടാണ് ഹിന്ദിയും കൂടെ ചോദിക്കുന്നത് കേട്ടോ. ഇനി അത് സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ എന്താണ്, ബാച്ചിലേഴ്സ് ഡിഗ്രിയും വേണം. പിന്നെ എന്താണ്, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ്, അതെന്ന് പറഞ്ഞാൽ കണ്ടോ, വേർഡ് പ്രോസസ്സിംഗ് ടെസ്റ്റ്, സ്പ്രെഡ്ഷീറ്റ് ടെസ്റ്റ്, പവർ പോയിന്റ് ടെസ്റ്റ് ഒക്കെ നടത്തും. കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ രീതിക്കുമുള്ള കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഓപ്പറേഷൻസും നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. വേർഡ്സും ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ വേർഡ് പ്രോസസ്സിങ്ങും, അതുപോലെ സ്പ്രെഡ്ഷീറ്റ്, നമ്മൾ എക്സൽ ഉപയോഗിക്കാൻ അറിയണം, അതുപോലെ പവർ പോയിന്റ് ഉപയോഗിക്കാൻ അറിയണം. അതെല്ലാം ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് സീനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് അത്യാവശ്യം വാക്കൻസി വന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഇനി ജൂനിയർ സെക്കൻഡറി അസിസ്റ്റൻ്റ് ആയാലും ഇതേ സെയിം സാധനമാണ്, ബാച്ചിലേഴ്സ് ഡിഗ്രി, നമുക്ക് ഡിഗ്രി ഉണ്ടായാൽ മതി. പിന്നെ എന്താണ്, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് ലെവൽ 5 കമ്പ്യൂട്ടർ പ്രൊഫഷൻസി അറിയണം. ടൈപ്പിംഗ് സ്പീഡ് അറിഞ്ഞിരിക്കണം. 35 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ്, 30 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഹിന്ദി. അപ്പം ഏതെങ്കിലും ഇക്വലൻ്റ് ഒന്നായിരിക്കും വേണ്ടത് നിങ്ങൾക്ക്, ഒന്ന് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ ഹിന്ദി ടൈപ്പ് ചെയ്ത് കാണിക്കുക. അത് അവരുടെ അപ്പോഴത്തെ ഒരു കൺവീനിയൻസ് പോലെയാണ്, നമുക്ക് ഏതാണോ വരുന്നത് അതനുസരിച്ച് നമുക്ക് ടൈപ്പ് ചെയ്ത് കാണിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു കണക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടൈപ്പിംഗ് എന്തായാലും നിങ്ങൾ അറിഞ്ഞേ പറ്റുള്ളൂ, കാരണം സ്കിൽ ടെസ്റ്റ് ഉള്ളതുകൊണ്ട് അറിഞ്ഞേ പറ്റത്തുള്ളൂ. ഇനി അടുത്ത ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ലാബ് ആണെങ്കിൽ, കാരണം അതിൽ 3 ഡിസിപ്ലിനാണ് നമുക്ക് വിളിച്ചിട്ടുള്ളത്. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ലബോറട്ടറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്, മെക്കാനിക്കൽ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വേണം, 3 years ഡിപ്ലോമ ഇൻ മെക്കാനിക് വിത്ത് 60% മാർക്ക് ഉണ്ടായാൽ മതി നിങ്ങൾക്ക് മെക്കാനിക്കൽ ഫീൽഡിൽ. 50% SC STക്ക്, OBC ജനറൽ കാറ്റഗറിക്ക് 60% മാർക്കും, ബാക്കിയുള്ളവർക്ക് എന്താണ് 50%, SC STക്കൊക്കെ 50% മാർക്ക്. 3 years ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഫീൽഡിൽ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി കെമിക്കൽ ഡിസിപ്ലിൻ ഉണ്ട്. കെമിക്കൽ ഡിസിപ്ലിൻ ആണെങ്കിൽ ഡിഗ്രി ഇൻ എന്തിൽ വേണം, സയൻസ് വിത്ത് കെമിസ്ട്രി. നിങ്ങൾ ഏതെങ്കിലും സയൻസ് വിഭാഗം എടുത്തിട്ട് കെമിസ്ട്രിയിൽ എത്ര മാർക്ക് വേണം, നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. SC ST ആണെങ്കിൽ 50%. ഇനി അടുത്ത മൈക്രോ ബയോളജിയിലും ഡിസിപ്ലിൻ ഉണ്ട്. മെക്കാനിക്കൽ ഉണ്ട്, കെമിക്കൽ ഉണ്ട്, മൈക്രോ ബയോളജി ഉണ്ട്. അപ്പോൾ മൈക്രോ ബയോളജിയിൽ നിങ്ങൾക്ക് എന്ത് വേണം, 60% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതാണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ലബോറട്ടറി പോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത സീനിയർ ടെക്നീഷ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് 10ന്റെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. മെട്രിക്കുലേഷനും വേണം, 10ന്റെ സർട്ടിഫിക്കറ്റ്, 10th ക്വാളിഫിക്കേഷനും, അതുപോലെ തന്നെ ITI ക്വാളിഫിക്കേഷനും. ഓക്കെ, ITI ട്രേഡ് പഠിച്ചവരൊക്കെ ഉണ്ടല്ലോ, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, കാർപ്പൻ്റർ, പ്ലംബർ, വയർമാൻ, വെൽഡർ, ഇത്രയും പഠിച്ചവർക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ 2 years ഓഫ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തും കൂടെ
10ാം ക്ലാസ് കഴിഞ്ഞ് ITI പഠിച്ച് ITI ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, കാർപ്പൻ്റർ, പ്ലംബർ, വയർമാൻ പഠിച്ചതിന് ശേഷം 2 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് അതിലുണ്ടായിരിക്കണം. നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിലോ എവിടെയെങ്കിലും ഓട്ടോണമസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഒരു ട്രേഡ് നിങ്ങൾ കംപ്ലീറ്റ്ലി ചെയ്തിട്ടുണ്ടായിരിക്കണം കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. ഇനി അടുത്ത് എന്താണ് ടെക്നീഷ്യൻ പോസ്റ്റ്. ടെക്നീഷ്യൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ ഇക്വലന്റ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുപോലെ തന്നെ അതും എന്താണ് സീനിയർ ടെക്നീഷ്യൻ ആയാലും അതുപോലെ തന്നെ ടെക്നീഷ്യൻ ആയാലും നിങ്ങൾക്ക് എന്താ വരുന്നത്, നിങ്ങൾ ഇപ്പം സീനിയർ ടെക്നീഷ്യൻ ആണെങ്കിൽ 2 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളടുത്ത് ചോദിക്കും. അതേസമയം ടെക്നീഷ്യൻ ആണെങ്കിൽ മെട്രിക്കുലേഷൻ വിത്ത് ITIയും അതുപോലെ ITIന് ഇലക്ട്രീഷ്യനും വയർമാൻ ആൻഡ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രേഡ്. പിന്നെ എന്താണ് നിങ്ങൾക്കൊരു നാഷണൽ അപ്രന്റീസ്ഷിപ്പ്, അതെന്ന് വെച്ചാൽ നിങ്ങൾ അപ്രന്റീസായിട്ട് പോകുമല്ലോ, അപ്രന്റീസ്ഷിപ്പിന് വേണ്ടിയായിട്ട് പോകില്ലേ, അങ്ങനെ ഒരു സംഭവം കൂടെ നിങ്ങൾ ചെയ്തിരിക്കണമെന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ. അതിപ്പം ഏതെങ്കിലും ഒരു റിലവൻറ്റ് ട്രേഡിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി, നാഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം അപ്രന്റീസ്ഷിപ്പിന്. ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ അപ്രന്റീസ്ഷിപ്പ് വാക്കൻസി ഒക്കെ ചെയ്യാറില്ലേ, അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, ഈ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ 10 വേണം, ITI വേണം, അതുപോലെ തന്നെ ഒരു നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, നിങ്ങൾ ഏത് ട്രേഡാണോ പഠിച്ചത് അതിൽ. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ എന്ത് വരുന്നത്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ആ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വച്ചിട്ട് വേണം നിങ്ങൾ ലോവർ ഏജ് ലിമിറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകാൻ. ഓക്കെ, ഇനി അടുത്ത സിലബസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ സിലബസ് എങ്ങനെയാണ്, 3 സബ്ജക്റ്റിന് വേണ്ടി 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് ഡയറക്ടർ പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ ആദ്യം പറഞ്ഞ പോസ്റ്റ്, ആ പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ ഇൻ്റലിജൻസ്, അതായത് റീസണിങ്, ഇംഗ്ലീഷ്, മാത്സ്, ഡൊമൈൻ നോളജ് എന്ന് പറഞ്ഞാൽ ഏതാണോ ഇപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടർ പോസ്റ്റിന് വേണ്ടി അവരെന്താണോ ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു, ഫിനാൻസ് ഉണ്ടായിരുന്നു, ഹിന്ദി എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ ഡൊമൈൻ നോളജ് നിങ്ങളടുത്ത് ചോദിക്കും, ആ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. 50 മാർക്കിന് അതിൽ നിന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് ടൈമുണ്ട്, പ്രോപ്പർ ടൈമിംഗ് ഉണ്ട്. 1 മാർക്കാണ് കറക്റ്റ് ആൻസറിന് വരുന്നത്. 30 മിനിറ്റ്, 20 20, 40 അങ്ങനെ 120 മിനിറ്റ് ഉണ്ട് നിങ്ങൾക്ക്. ടോട്ടലി 120 മിനിറ്റ് ഉണ്ട്. എത്ര ക്വസ്റ്റ്യൻസ്, 150 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. ഈ 150ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കട്ട് ഓഫ് വന്നത് ഒരു 130+ ആണ് കേട്ടോ. 130 കളി പറയുന്നതല്ല, ശരിക്കും വന്നതാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ വാക്കൻസീസും അതുപോലെ തന്നെ നമ്മുടെ ആളുകൾ കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം എല്ലാം നോക്കിയിട്ടായിരിക്കും കട്ട് ഓഫ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഡൊമൈൻ നോളജ് ഉണ്ടാവണം, റീസണിങ്ങും ഇംഗ്ലീഷും നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്സും ഒക്കെ അത്യാവശ്യം നമുക്ക് ഈസി ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം അവിടെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 150 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 120 മിനിറ്റിൽ ചെയ്യാനായിട്ടാണ് ഉള്ളത്. 2 മണിക്കൂറിൻ്റെ ടൈമുണ്ട്. ഇനി അടുത്തെന്താണ്, അതെന്താണ് നമ്മുടെ ഡയറക്ടർ പോസ്റ്റാണ്. ഇനി അടുത്ത് വരുന്നത് ASO, സെക്രട്ടേറിയറ്റ് പോസ്റ്റും അത് കഴിഞ്ഞ് പേഴ്സണൽ അസിസ്റ്റൻറ്റ് പോസ്റ്റ്, സ്റ്റെനോഗ്രാഫർ, സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോസ്റ്റ്. ഇത്രയും പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണ്ടത്, നമുക്ക് റീസണിങ് വേണം, ജനറൽ അവയർനെസ്, GK സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, മാത്സ് പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷ്. ഇത് നോർമലാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യുന്നവർക്കും നമ്മൾ നോർമൽ SSC RRB പഠിച്ച അതേ പാറ്റേൺ തന്നെയാണ് വരുന്നത്. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, GK. ഓക്കെ, ആ ഒരു സംഭവം തന്നെയാണ്. അതും ഇതുപോലെ തന്നെ 120 മിനിറ്റിന് 150 ക്വസ്റ്റ്യൻസ് വെച്ച് ഓരോ സെക്ഷനും ഇത്ര മാർക്ക് വീതം ഇത്ര സമയം വീതവും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ അത്. അപ്പോൾ ആ ഒരു രീതിക്ക് പഠിച്ച് പോകാനായിട്ട് ശ്രമിക്കുക. അഥവാ നിങ്ങൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് എക്സാം സിലബസ് നോക്കി തന്നെ പഠിച്ച് പോകാൻ ശ്രമിക്കുക. അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് ഇനി ബാക്കി വരുന്ന അസിസ്റ്റൻറ്റ് പോസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ടെക്നീഷ്യൻ പോസ്റ്റുകൾ, അത് കഴിഞ്ഞ് ലബോറട്ടറി പോസ്റ്റ്. അപ്പോൾ അതിനൊക്കെയാണ് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താ വരിക, നിങ്ങൾക്ക് വരുന്ന സംഭവങ്ങൾ റീസണിങ് കാണും, GK കാണും, ഇംഗ്ലീഷ് കാണും. പിന്നെ എന്താണ് മാത്സിന് പകരം നിങ്ങൾക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ഓട്ടോകാഡിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടാണ് കൊടുത്തതെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. എഞ്ചിനീയറിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കൊടുത്തതെങ്കിൽ എഞ്ചിനീയറിൻ്റെ വരും. മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഫീൽഡ് ആണെങ്കിൽ, നമ്മുടെ ടെക്നിക്കൽ ഫീൽഡ് ആണെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡൊമൈനായിട്ട് വരുന്നത്. 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താണോ പഠിച്ചത് ആ റിലവൻറ്റ് ഫീൽഡിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പോസ്റ്റിലേക്കായിരിക്കും നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇത് കണ്ടല്ലോ, സാലറി ചുമ്മാ പറയുന്നതല്ല, 1 ലക്ഷത്തിൽ മുകളിൽ സാലറി ഉണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് മാസ സാലറി അത്രയും തന്നെയാണ്. ലെവൽ 10 ആണ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ പോസ്റ്റിലേക്ക് വരുന്നത്. നല്ല ഇപ്പോൾ വാക്കൻസീസ് ഒക്കെ കുറവ് തന്നെയാണ്, പക്ഷേ സാലറി വരുന്നത് ഈ കണ്ടല്ലോ 56,000 തൊട്ട് 17 ലക്ഷം വരെ ഉള്ള സാലറിയാണ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിനാണെങ്കിൽ 1,12,000 എന്ന് പറഞ്ഞൊരു രീതിയാണ്. 17 ലക്ഷം അല്ല, 1,77,500 രൂപ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് കേട്ടോ. 1 ലക്ഷം പ്ലസ് 1 lakh പ്ലസ് വാക്കൻസീസ്, 1 lakh പ്ലസ് സാലറി പാക്കേജിങ് ആണ് ഇതിന് വരുന്നത് കേട്ടോ. ഏകദേശം ഈ പറയുന്ന സീനിയർ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ടെക്നീഷ്യൻ വാക്കൻസിക്ക് പോലും എന്തുണ്ട് 63,000 പ്ലസ് എന്തുണ്ട് സാലറി പറയുന്നുണ്ട് കേട്ടോ. 63,000 വരെ പറയുന്നുണ്ട്. ഏകദേശം 1 ലക്ഷം അടുപ്പിച്ച് 81,000 വരെ ഉള്ള സാലറി പാക്കേജിങ് പലതിനും ഉണ്ട്.
അപ്പോൾ അത്യാവശ്യം നല്ല സാലറി പാക്കേജിങ് തന്നെയാണ് അവർ തരുന്നത്. ബേസ് തൊട്ടേ തന്നെ, ബേസിക് പേ തൊട്ടേ അങ്ങനെ ഒരു രീതിയിൽ തന്നെയാണ് അവർ ചെയ്തു പോകുന്നത് കേട്ടോ. ലെവൽ 2 ഒക്കെ കണ്ടല്ലോ, ലെവൽ 2 ഒക്കെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻ്റ് ഒക്കെ അത്യാവശ്യം നമുക്ക് കിട്ടുന്ന ഒരു പോസ്റ്റിംഗ് ആണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുന്നവരാണെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിവുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി പോസ്റ്റുകളുടെ കാര്യം കൂടെ നോക്കണം. നിങ്ങൾ ചുമ്മാ ചാടിക്കയറി കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ട് നിങ്ങളുടെ വാക്കൻസിയും കൂടെ നോക്കണം. ഇത് കണ്ടല്ലോ, അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റിലേക്ക് EWS കാറ്റഗറിക്കാണ് ഒരു വാക്കൻസി കൊടുത്തിരിക്കുന്നത് ഫിനാൻസിൽ. അത് കഴിഞ്ഞ് മാർക്കറ്റിംഗ് ആൻഡ് കൺസ്യൂമർ അഫേഴ്സിൽ മാർക്കറ്റിങ്ങിന് എന്താണ് OBC-കാർക്കാണ് വാക്കൻസി കൊടുത്തിരിക്കുന്നത്. ഡയറക്ടർ ഹിന്ദിക്ക് കൊടുത്തിരിക്കുന്നത് ജനറൽ കാറ്റഗറിക്കാണ്. അപ്പം വാക്കൻസീസ് അവർ അതനുസരിച്ചേ കൊടുത്തിട്ടുള്ളൂ. അതനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പേഴ്സണൽ അസിസ്റ്റന്റിന് വന്നിരിക്കുന്നത് 12 വാക്കൻസി UR കാറ്റഗറിക്ക് വന്നിട്ടുണ്ട്. അതേസമയം ബാക്കിയുള്ളവർക്ക് OBC-ക്ക് 7, EWS-നൊക്കെ 2 വന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഏത് വേക്കൻസിയാണോ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് അത് മാത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത് കണ്ടല്ലോ, സീനിയർ സെക്കൻഡറി അസിസ്റ്റന്റിനാണ് അത്യാവശ്യം 128 വാക്കൻസി വന്നത്. അതിൽ 58 വാക്കൻസി ജനറൽ കാറ്റഗറിക്കാർക്കും, ഈ OBC-ക്ക് 34 വാക്കൻസിയും, EWS-ന് 12ഉം, SC-ക്ക് 19 വാക്കൻസീസും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എവിടെയാണോ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ കണ്ടോ, സീനിയർ ടെക്നീഷ്യനൊക്കെ OBC കാറ്റഗറിക്ക് 1 വാക്കൻസീസ് ഒക്കെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ലബോറട്ടറി ടെക്നിക്കൽ പോസ്റ്റാണ് B പോസ്റ്റും C പോസ്റ്റും ഒക്കെ. കാർപ്പൻ്റർ, വെൽഡർ, പ്ലംബർ, ഫിറ്റർ ആ ഒരു രീതിയിലൊക്കെ അവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓക്കെ ആണല്ലോ. 3 വാക്കൻസി സീനിയർ ടെക്നീഷ്യൻ കാർപ്പൻ്ററിന് UR കാറ്റഗറിക്കുണ്ട്, 4 ഫിറ്ററിന് UR കാറ്റഗറിക്കുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കിയിട്ട് തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത ആപ്ലിക്കേഷൻ ഫീ, ഇതും കൂടെ നോക്കിയിട്ട്. എല്ലാത്തിനും ഫീസ് ഉണ്ട്, കാരണം നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ഈ വല്ലപ്പോഴും ഒരിക്കൽ നടക്കുന്ന എക്സാംസുകളാണ് ഇതൊക്കെ. അപ്പോൾ അതനുസരിച്ച് അവരെന്ത് ചെയ്യും, ഫീസ് അതിനനുസരിച്ച് തന്നെ അവർ കൊടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഹിന്ദി, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഫിനാൻസ്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ പോസ്റ്റിലേക്കാണെങ്കിൽ എത്ര ഇതുണ്ട് ഫീസ്. ഫീസ് ഓക്കെ. SC STക്ക് ആണെങ്കിലും വിമണിനാണെങ്കിലും പൈസ എന്താണ്, ഇത്രയും പോസ്റ്റിലേക്ക് നോർമൽ കാറ്റഗറിക്ക് ആണെങ്കിൽ, അതായത് ജനറൽ കാറ്റഗറി അങ്ങനെ പറയുമല്ലോ നമ്മൾ, ജനറൽ OBC ആ കാറ്റഗറിക്ക് ആണെങ്കിൽ 800 രൂപ കൊടുക്കണം. നോർമൽ നമ്മുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ പോസ്റ്റ് ഏറ്റവും ഫസ്റ്റ് കിടന്നില്ല, 1 വേക്കൻസി ഉണ്ടായിരുന്ന പോസ്റ്റ്, അതിൽ 800 രൂപയും അതർ പോസ്റ്റുകളിൽ ബാക്കി എല്ലാത്തിനും 500 രൂപയുമാണ്. 500 രൂപ. അതിൽ SC ST PWD ഡിസബിലിറ്റി കാറ്റഗറി, വിമൺ, അതുപോലെ BIS-ൽ വർക്ക് ചെയ്തിരുന്ന സെർവിങ് എംപ്ലോയീസിനും എന്തില്ല, ഫീസ് ഇല്ല. ഓക്കെ, രണ്ടിടത്തും എക്സംപ്റ്റഡ് ആണ്. അത് അവർക്ക് എത്ര പേർക്കും ഫീസില്ല. വിമണിന് ഫീസില്ല, SC ST PWDക്ക് ഫീസില്ല. ജനറൽ OBC-കാർക്ക് എന്തുണ്ട്, 800 രൂപയാണ് അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റിലേക്കും. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന എല്ലാ പോസ്റ്റിലേക്കും 500 രൂപയാണ് പൈസ വരുന്നത്. അപ്പം ഫീസ് ആവുന്നുണ്ട്. അപ്പം നോക്കിയിട്ട് കൃത്യമായിട്ട് നല്ലൊരു അനലൈസിങ് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞൊരു സ്ലൈഡ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഉള്ളതായിരുന്നു. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക, ഈ ഒരു ഇതിൻ്റെ ഒരു സൈറ്റ് ഉണ്ടായിരുന്നു, BIS റിക്രൂട്ട്മെൻറ്റ് സൈറ്റ് ഉണ്ട് കേട്ടോ. ഇവരുടെ തന്നെ BIS-ൻ്റെ റിക്രൂട്ട്മെൻറ്റ് സൈറ്റ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു ടാബ് ഉണ്ട്. ആ ഒരു റിക്രൂട്ട്മെൻറ്റ് ടാബിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ, സ്റ്റെപ്സ് ടു അപ്ലൈ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ, സ്റ്റെപ്സ് ടു അപ്ലൈ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. ടു അപ്ലൈ ഫോർ BIS റിക്രൂട്ട്മെൻറ്റ് 2024 ഫോളോ ദീസ് സ്റ്റെപ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. BIS-ൻ്റെ വെബ്സൈറ്റാണ് BIS.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ കയറി. ഇപ്പോൾ അടുത്തുള്ള ഏതെങ്കിലും കഫേയിലോ അക്ഷയയിലൊക്കെ പോയി ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അടുത്തുള്ള സ്റ്റുഡിയോയിൽ എന്തെങ്കിലും പോയിട്ട് BIS.gov.in എന്ന് പറഞ്ഞ പേജിൽ കയറുക. ആ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു ടാബ് കാണും. കരിയർ ഓപ്പർച്യൂണിറ്റി, അതർ സർവീസ് ടാബ് എന്ന് പറഞ്ഞിട്ട് ആ
അണ്ടർ അതർ സർവീസസ് ടാബ്. അതർ സർവീസസ് ടാബിനകത്ത് എന്തുണ്ടായിരിക്കും? കരിയർ ഓപ്പർച്യൂണിറ്റി ടാബ് ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് അഡ്വർടൈസ്മെന്റ് അവിടെ കാണും. ഈ ഒരു BIS റിക്രൂട്ട്മെന്റ് വന്നെന്ന് പറഞ്ഞൊരു പ്രോസസ്സിങ് അവിടെ കാണിച്ചു തരും. അപ്പോൾ അതിലെന്ത് ചെയ്യുക? ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരും? ലേറ്റസ്റ്റ് BIS റിക്രൂട്ട്മെന്റ്. കാരണം പലപ്പോഴും വിളിച്ചിട്ടായിട്ടുള്ള BIS റിക്രൂട്ട്മെന്റ് കാണിക്കുക. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന BIS റിക്രൂട്ട്മെന്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, ഡൗൺലോഡ് ദ BIS ഗ്രൂപ്പ് A-B-C പോസ്റ്റ്, എന്നിട്ട് PDF വായിച്ചിട്ട് നിങ്ങളുടെ എലിജിബിലിറ്റി, ഇപ്പം ഇതിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തില്ലേ, ആ എലിജിബിലിറ്റി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏതാണോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതിലേക്ക് എന്ത് ചെയ്യുക? അപ്ലൈ ഓൺലൈൻ ലിങ്കിൽ ഫില്ല് ചെയ്യുമ്പം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്തൊക്കെ പോസ്റ്റാണ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, നിങ്ങളുടെ അഡ്രസ്സ് എന്താണ്, നിങ്ങൾ ഏത് കാസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് ഒരു കംപ്ലീറ്റ് പ്രോസസ്സും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ, അവർ ചോദിക്കും 10ന്റെ സർട്ടിഫിക്കറ്റ്, +2ന്റെ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി ക്വാളിഫിക്കേഷൻ, അങ്ങനെ എല്ലാം നിങ്ങളുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വിത്ത് ആപ്ലിക്കേഷൻ ഫീ മൊത്തത്തിൽ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, സബ്മിറ്റ് ദ BIS ഗ്രൂപ്പ് A-B-C ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് പിന്നെ ഗ്രൂപ്പ് A ഉണ്ട്, ഗ്രൂപ്പ് B ഉണ്ട്, ഗ്രൂപ്പ് C ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ A കാറ്റഗറിക്കാർക്ക് Bയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഫീസിൻ്റെ സ്ട്രക്ചറൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അത്രയും സീരിയസ്നെസ്സോടെ കണ്ട് നിങ്ങൾക്ക് ചുമ്മാ അപ്ലൈ ചെയ്യണമെന്ന് ഞാനും പറയത്തില്ല. കാരണം എന്ത് ചെയ്യുക? ബാക്കി പഠിക്കുന്നവർക്ക് ഒരു കോമ്പറ്റീഷൻ ആക്കേണ്ട ആവശ്യമില്ല, അത് ശരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ മാത്രം ഇത്രയും പഠിക്കാൻ നിങ്ങൾ റെഡിയാണ്. കാരണം എക്സാം വരുന്നത് നവംബർ ആ ഒരു ടൈമിലായിരിക്കും. നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾ റെഡിയാണ്. ഈ ഒരു കാര്യമൊക്കെ കൃത്യമായി മനസ്സിലാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവരുടെ തന്നെ സൈറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും സാലറി പാക്കേജിലൊക്കെ നമുക്ക് എക്സാം നോട്ടിഫിക്കേഷൻ വരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ലക്കാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പറ്റുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്